പുസ്തകങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അതിനു പിന്നാലെ കുറേയേറെ നാൾ പ്രയത്നിച്ചുകൊണ്ട് തയ്യാറാക്കിയ പ്രബന്ധവുമായി ബ്രദർ സ്റ്റെബിൻ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രബന്ധം അവതരിപ്പിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. മാതൃഭാഷയെ സ്നേഹിക്കുന്ന എൻ്റെ സദസ്യരെ, എന്നെ ഈ പ്രബന്ധം അവതരിപ്പിക്കുവാനായി അനുവദിച്ച എല്ലാവർക്കും, ഇതിനു വേണ്ടി ഇത്രയും കാലം എന്നെ സഹായിച്ച എൻ്റെ സഹോദരന്മാർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. അലച്ചിലിൻ്റെ ആൾരൂപം. എ അയ്യപ്പൻ്റെ കാവ്യജീവിതത്തിലൂടെയുള്ള ഒരു ലഘുസഞ്ചാരം. ആമുഖം. കവിത, അതായിരുന്നു അറുമുഖം അയ്യപ്പൻ്റെ ജീവിതം. ജീവിതത്തിൻ്റെ വേദനകളെ മറക്കാൻ അയാൾ കവിതയെ പ്രണയിക്കുകയായിരുന്നു. പിറവി കൊണ്ട നാൾ മുതൽ വേദനകളുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു അയ്യപ്പനിലെ മനുഷ്യൻ. 1949 ഒക്ടോബർ 27 ബാലരാമപുരത്ത് ജനനം. കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ മരിച്ചതിനാൽ നേമത്തുള്ള സ്വന്തം സഹോദരിയുടെ ഭവനത്തിലാണ് ബാല്യം ജീവിച്ചു തീർത്തത്. വിദ്യാഭ്യാസ കാലഘട്ടം മുതലേ സാഹിത്യ ലോകത്തേക്ക് പ്രവേശിച്ചു. അക്കാലത്ത് പ്രസിദ്ധീകരിച്ച ഓണക്കാഴ്ച എന്ന ചെറുകഥാ സമാഹാരമായിരുന്നു ഈ ലോകത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്ന് കരുതാം. പിന്നീട് കവിതകൾ രചിച്ചു തുടങ്ങിയതോടെ അയ്യപ്പൻ എന്ന കൗമാരപ്രായക്കാരൻ തന്റെ ജീവിതം സാഹിത്യത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കിയ കവി 18-ാം വയസ്സ് മുതൽ തുടർച്ചയായി കവിതകൾ രചിച്ചു തുടങ്ങി. ആരംഭനാളുകളിൽ സരസ്വതി എന്ന പേരിൽ കവിതാരചന നടത്തിയിരുന്നു. വ്യത്യസ്തമായ കാവ്യങ്ങൾ ആവിഷ്കരിക്കുന്ന അയ്യപ്പനെ അവഗണിക്കുവാൻ മലയാളത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും കഴിയില്ല. കാവ്യലോകത്ത് സ്വതസിദ്ധമായ കാവ്യസരണിയിലൂടെ ഒറ്റയാൾ പട നയിച്ച വ്യക്തിയാണ് കവി അയ്യപ്പൻ. ആർക്കും പിന്തുടരാനാവാത്ത വിധം ഒത്തിരി വേഗത്തിലായിരുന്നു ഈ മനുഷ്യൻ ഓടിയത്, തന്റെ ജീവിതം കൊണ്ടും കവിത കൊണ്ടും. ഇവൻ ഒരു പ്രഹേളിക. അയ്യപ്പന് തുല്യനാകില്ല ഒരു കവിയും. അതായിരുന്നു ആ തൂലികയുടെ കരുത്ത്. അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുന്ന ഏതൊരുവനിലും ആദ്യം ഉയരുന്ന ചോദ്യം, ഈ മനുഷ്യൻ എപ്രകാരം ഈ കവിതകൾ എഴുതി എന്നായിരിക്കും. അത്രയ്ക്ക് മനോഹാരിതയാണ് ആ കവിതകൾക്ക്. കവിത കൊണ്ടും ജീവിതം കൊണ്ടും ഒടുവിൽ മരണം കൊണ്ടുപോലും നമ്മെ അതിശയിപ്പിക്കുകയായിരുന്നു കവി അയ്യപ്പൻ. ട്യൂട്ടോറിയൽ കോളേജിൽ ട്യൂഷൻ എടുത്ത് ജീവിതം തുടങ്ങിയ അദ്ദേഹം പിന്നീട് പ്രഭാത് ബുക്സിലും നവയുഗത്തിലും പ്രൂഫ് റീഡറായി പ്രവർത്തിക്കുന്നു. അല്പനാളുകൾക്ക് ശേഷം അക്ഷരം മാസികയുടെ പത്രാധിപനും പ്രസാധകനുമായി മാറി. ജീവിതത്തിലെ ഇത്രയും മാറ്റി നിർത്തി ചിന്തിച്ചാൽ നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്ന ചിത്രം നല്ലൊരു പത്രാധിപനായി നല്ല കാര്യപ്രാപ്തിയോടെ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ ആയിരിക്കും. പിന്നെ ആ ചെറുപ്പക്കാരൻ എന്ത് സംഭവിച്ചു? തികച്ചും അച്ചടക്കത്തോടെ കുലീനനായി നടന്ന യുവാവ് കവിയായി അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ എങ്ങനെ ഇത്രയും മാറി? അവിടെയാണ് പ്രഹേളികളുടെ തുടക്കവും. ബാല്യത്തിലെ ജീവിതത്തിലുണ്ടായ വേദന നിറഞ്ഞ അനുഭവങ്ങളാകാം കവിയുടെ ഈ മാറ്റത്തിന് പ്രധാന കാരണം. ഒപ്പം പ്രേമനൈരാശ്യവും വർദ്ധിച്ചു വന്ന സുഹൃത്ത് ബന്ധങ്ങളും കൂടെ ആയപ്പോൾ അയാൾ ആകെ മാറി. ഒരിക്കൽ പോലും ആരുടെയും ഒത്താശയ്ക്ക് വിധേയപ്പെട്ട് ഇയാൾ കാവ്യരചന നടത്തിയിട്ടില്ല. പിന്നെയോ സ്വതസിദ്ധമായ കഴിവ് ഉപയോഗിച്ച് വ്യത്യസ്തമായ ഒരു കാവ്യസരണിയിലൂടെ തന്റെ നിപുണത തെളിയിച്ച ഒരു കവിയായിരുന്നു അദ്ദേഹം. കവിതകളിലെ ബിംബകൽപ്പനകൾ മാത്രം പരിശോധിച്ചാൽ മതി ഈ കവിയിലെ മഹനീയത വെളിപ്പെട്ട് കിട്ടാൻ. അത്രയ്ക്ക് തീക്ഷ്ണതയേറിയ വാക്കുകളായിരുന്നു അയ്യപ്പന്റെ കവിതകളിൽ നിഴലിച്ചിരുന്നത്. അയാളുടെ കവിതകൾ മിന്നിമറയുന്ന ഈ കലാവൈഭവം മറ്റൊരു പ്രഹേളികയായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഏറ്റവും അരക്ഷിതരായ വർഗമാണ് എഴുത്തുകാരുടേത്. അംഗീകാരം അന്നം പോലെ അവർക്ക് ആവശ്യമായി വരുന്നു. ഇവിടെയാണ് അയ്യപ്പൻ തിടമ്പുകളുമായി കുനിഞ്ഞു നടക്കുന്ന മസ്തകങ്ങൾക്കിടയിലൂടെ ഒറ്റയാനയായി നടന്നത്. ചിതയെറിഞ്ഞ മണ്ണിലൂടെ നടക്കുമ്പോൾ വാരിയലിന്റെ ഒരു അസ്ഥി കാലിൽ തറയുന്നു. കവിത ബലിയർപ്പണം പോലെ അനുഷ്ഠാനമാണെന്ന് അയ്യപ്പൻ തിരിച്ചറിഞ്ഞിരുന്നു. ജീവിതം മുഴുവൻ കവിത കൊണ്ട് നിറച്ച മനുഷ്യൻ അതിനുവേണ്ടി ബലിയാടാകാൻ വരെ തയ്യാറായി എന്നുള്ള വസ്തുത നമ്മെ അതിശയിപ്പിക്കാതെ തരമില്ല. അയ്യപ്പൻ സാഹിത്യ ലോകത്ത് മുടിച്ചൂടാമനായിരുന്നു. യുവാക്കൾക്കാകട്ടെ തീക്ഷ്ണത നിറയ്ക്കുന്ന മൂർത്തീഭാവമാണ്. യുവതികൾക്ക് അയാൾ കാമുകനായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ വാത്സല്യം നിറഞ്ഞ അയ്യപ്പൻ മാമനാണ്. ഇനി സാധാരണക്കാർക്കാവട്ടെ ഇയാൾ മാളമില്ലാത്ത പാമ്പു. അയ്യപ്പൻ അഥവാ കവിത. കവിത എഴുതുക എന്നത് പലർക്കും ഇന്ന് നേരം പോക്കിനുള്ള ഒരു ഉപാധി മാത്രമായി തീർന്നിട്ടുണ്ട്. എന്നാൽ കവിതയെ ജീവിതമാക്കുവാനും
ജീവിതത്തെ കവിതയാക്കുവാൻ ശ്രമിക്കുന്നവർ വളരെ വിരളമാണ്. അയ്യപ്പൻ അതിൽ പ്രധാനിയായിരുന്നു എന്ന് തന്നെ പറയാം. അയാൾ ജീവിതത്തെ കവിതയാക്കിയായിരുന്നു. പിന്നീട് കവിത ജീവിച്ചു തീർക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ കവിതയില്ലെങ്കിൽ അയ്യപ്പനില്ല. ഒരു കവി തന്റെ എഴുത്തിനെ തൊഴിലിന് തുല്യം സ്നേഹിക്കണം എന്നാണ് അയാൾ കരുതിയിരുന്നത്. ദിവസവും എന്തെങ്കിലും കുറിക്കാതെ കടന്നു പോകരുത്. കവിതയെ നെഞ്ചിലേറ്റാത്ത ഒരു ദിനം പോലും ഉണ്ടാകില്ല ഈ കവിയുടെ ജീവിതത്തിൽ. കവിതയ്ക്ക് വേണ്ടി പൊരുതുകയായിരുന്നു ആ ജന്മം മുഴുവനും. തെറുത്തു വെച്ച ഉടുപ്പിന്റെ മടക്കിൽ തന്റെ വിയർപ്പിൻ കണങ്ങളോടൊപ്പം ചേർത്ത് കവിതയും ഉണ്ടാകുമായിരുന്നു. ഞാൻ കാട്ടിലും കള്ളോർത്തുമിടുന്ന കവിത എഴുതുന്നു, സ്വന്തമായൊരു മുറിയില്ലാത്തവൻ. എന്റെ കാട്ടാറിന്റെ അടുത്ത് വന്ന് നിന്നവർക്കും ശത്രുവിനും സഹാവിനും സമകാലീന ദുഃഖിതർക്കും ഞാനിത് പങ്കുവയ്ക്കുന്നു. എന്തിനേയും തുറന്നെഴുതാൻ തന്റെ ഇടമുള്ള കവിയായിരുന്നു അയ്യപ്പൻ. ഉള്ളതും തുറന്നു പങ്കിടാൻ കരുത്തുള്ള മനുഷ്യൻ. പലപ്പോഴും കവികൾ തുറന്നെഴുത്തിൽ വിമുഖതയുള്ളവരാണ്. പലതും വളച്ചുകെട്ടി പറയുന്നതിനാൽ യാഥാർത്ഥ്യങ്ങൾക്ക് മേൽ ഒരു മറ സൃഷ്ടിക്കാൻ എപ്പോഴും ഇവർ ശ്രമിക്കാറുണ്ട്. ഈ മറ നീക്കി പുറത്തു കടന്നവയാണ് അയ്യപ്പൻ കവിതകൾ. സാഹിത്യലോകം എന്നും ഒരു മത്സരവേദിയായിരുന്നു. അധികാരവും നല്ല ജീവിതശൈലിയുമൊക്കെ കൈമുതലായെങ്കിൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇവിടെയാണ് തേജോഗുരനായി ഇവരുടെ മധ്യേ ഇയാൾ നിവർന്നു നിൽക്കുന്നത്. കാർ അപകടത്തിൽ മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്ന് പറന്ന 5 രൂപയിലായിരുന്നു എന്റെ കണ്ണ്. അത്താഴത്തിന് വേണ്ടി കേഴുന്ന ഒരു മനുഷ്യന്റെ ചിത്രം കവി ഇവിടെ വരച്ചിടുകയാണ്. വിശക്കുന്നവന്റെ മുമ്പിൽ കാരുണ്യം പോലും മാറിപ്പോകും. പലപ്പോഴും വിശപ്പടക്കാൻ കഴിയാതെ അലഞ്ഞ കവി അതിന്റെ ദയനീയത ഈ കവിതയിലൂടെ കുറിച്ചിടുന്നു. ഒരിക്കലും തന്റേതല്ലാത്ത ഒന്നിനെയും പറ്റി അയാൾ ഒന്നും എഴുതിയിട്ടില്ല. പ്രത്യുത അയാളുടെ ജീവിതമായിരുന്നു അതിൽ പ്രതിധ്വനിച്ചിരുന്നത്. അതിൽ നിന്ന് പ്രവഹിച്ച ദിവ്യ തേജസ്സിന് പകരം വയ്ക്കാൻ ഒന്നുമുണ്ടാവില്ല. കവിയുടെ തന്നെ പ്രതിബിംബങ്ങളായിരുന്നു കവിതകൾ എന്നതിനാൽ അതിന്റെ സത്യസന്ധമായ കാവ്യാനുഭവം വായനക്കാരനെ സിദ്ധിക്കുകയും ചെയ്യുന്നു. സിദ്ധാർത്ഥന്റെ കല്ലേറുകൊണ്ട് കണ്ണുപൊട്ടി ആട്ടിൻകുട്ടിയായും വെയിലത്തിടുന്ന പക്ഷിയായും ചിത്തരോഗിയായും സാക്ഷാൽ ബുദ്ധനായിട്ടുമൊക്കെ ഇയാൾ സ്വന്തം കവിതകൾ നമ്മെ തേടിയെത്തുന്നു. വിശപ്പുള്ളവൻ ചെരുപ്പ് തിന്നുന്നത് കണ്ട് ചിരിച്ചവനാണ് ഞാൻ. അന്നത്തെ കോമാളിതരത്തെ ഓർത്ത് ഇന്ന് ഞാൻ കരയുന്നു. വികലവിക്ഷോഭരിതമായ ജീവിതം വരച്ചിടുമ്പോൾ ഉള്ളിൽ വല്ലാതെ നീറുന്നുണ്ട് കവിക്ക്. പലപ്പോഴും മറ്റുള്ളവന്റെ കോമാളിത്തരങ്ങൾ കണ്ട് ചിരിക്കുകയാണ് പൊതുജന സ്വഭാവം. എന്നാൽ കവിയാകട്ടെ തന്റെ ഭൂതകാലത്തെപ്പോഴോ ചാപ്ലിന്റെ കോമാളിത്തരങ്ങൾ കണ്ട് ചിരിച്ചതിനെ കുറിച്ചോർത്ത് നീറുകയാണ്. അവനിലെ നടനെ കാണുന്നതിലുപരി അവനിലെ പച്ചയായ മനുഷ്യനെ മനസ്സിലാക്കുകയാണ് കവി ഇവിടെ. നാമൊക്കെ പലയാവർത്തി കണ്ടില്ല എന്ന് നടിക്കുന്ന പലതും തന്റെ കവിതയിൽ പകർത്താൻ ശ്രമിക്കുകയാണ് അയ്യപ്പൻ. അവൻ ഞാൻ സ്നേഹിച്ചവനെ എന്നേക്കാൾ സ്നേഹിച്ചു. എന്റെ കാമുകിക്ക് അവൻ മിന്നുകെട്ടി. എല്ലാവർക്കും എന്നേക്കാൾ അവനെയാണ് ഇഷ്ടം. പ്രണയമായിരുന്നു അയ്യപ്പന്റെ തൂലികയിലെ പ്രധാന ഇരകളിലൊന്ന്. ഒരിക്കലും പ്രണയത്തെ മാറ്റി നിർത്തി അയാൾ ചിന്തിച്ചിരുന്നില്ല. ജീവിതത്തിൽ ഒത്തിരി പ്രേമനൈരാശ്യം അനുഭവിക്കേണ്ടി വന്ന ഒരു ഹൃദയമായിരുന്നു കവിയുടേത്. തന്നിൽ നിന്ന് അകന്നുപോയവരോട് പരിഭ്രമിക്കുന്നില്ല കവി, മറിച്ച് അവയോട് പൊരുത്തപ്പെടുകയാണ് അദ്ദേഹം. ഇവിടെയാണ് അയാൾ കവിതയോടുള്ള തന്റെ നീതിബോധം വെളിപ്പെടുത്തുന്നത്. കവിതകളിലൂടെ ചിത്രം വരയ്ക്കാനുള്ള അയ്യപ്പന്റെ കഴിവ് പ്രത്യേകം പ്രശംസാവഹമായിരുന്നു. അയാൾ തന്റെ വർണ്ണനയിലൂടെ ചിത്രീകരിച്ച ഇത്തരം കഥാപാത്രങ്ങൾ എന്നും ഈടിട്ടു നിൽക്കുന്നവയാണ്. വാൻ ഗോഗും മീൻപിടുത്തക്കാരനായ കിളവനുമൊക്കെ ആരുടെയും മനസ്സിൽ കോർത്തിരുന്ന തരത്തിൽ ബിംബകൽപ്പനകൾ സമൃദ്ധമായ ചിത്രപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ആ തൂലിക. പക്ഷികളെയും മൃഗങ്ങളെയും വൃക്ഷപുത്രന്മാരെയും പെങ്ങളിലെയും വാറുപൊട്ടിയ ചിരിപ്പിനെയും ഉടഞ്ഞ കണ്ണടയും ഒക്കെ അതിതീഷ്ണ ബിംബങ്ങളാക്കിക്കൊണ്ട് കവി നമുക്ക് നൽകി. ഇത്തരം വർണ്ണനകളിലൂടെ കടന്നുപോയ ഈ കവിതകൾ എന്നും വായനക്കാരന്റെ ഉള്ളിൽ നിലനിൽക്കും. കവിതകളിൽ വിഷം കലർത്തി വിളമ്പുകയായി